Dear students, we continue our discussion on nuclear transformations. In this video, I will be discussing the nuclear reactions in detail. Generally, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നു, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നു. ആ ഇൻട്രാക്ഷൻ കാരണം ഒരു പുതിയ ഒരു ന്യൂക്ലിയർ ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ റിയാക്ടൻസ് കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇൻട്രാക്ഷൻ വഴി അതിൽ പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ പുതിയ തരത്തിലുള്ള ന്യൂക്ലിയസ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇൻ മെനി കേസസ് എ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഈസ് ഫോം ഫസ്റ്റ്. ഇപ്പോൾ റിയാക്ടൻസ് ഇൻട്രാക്ഷൻസ് നടക്കുന്ന സമയത്ത് ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ന്യൂക്ലിയസ് ആണോ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ന്യൂട്രോൺ ഒരു യുറേനിയത്തിൽ വന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് റിയാക്ടൻസിൻ്റെ അതായത് ന്യൂട്രോണിൻ്റെ യുറേനിയത്തിൻ്റെയും ആറ്റോമിക് നമ്പറിൻ്റെ സം ആയിരിക്കും. അതുപോലെ തന്നെ മാസ് നമ്പറും, ന്യൂട്രോണിൻ്റെ മാസ് നമ്പറും യുറേനിയത്തിൻ്റെ മാസ് നമ്പറും കൂട്ടിച്ചേർന്നാലുള്ള വാല്യൂ എത്രയാണോ അതായിരിക്കും ആ കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദി റിയാക്ഷൻസിൽ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ രണ്ട് ഡ്രോപ്പ് തമ്മിൽ കൂടി ചേർന്നിട്ട് ഫസ്റ്റ് ഒരു ബിഗ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. അതിനുശേഷം ആ ബിഗ് ഡ്രോപ്പിൻ്റെ അൺസ്റ്റെബിലിറ്റി കാരണം ആ ബിഗ് ഡ്രോപ്പ് ലിക്വിഡ് ഡ്രോപ്പ് പല പാർട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഇനി ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ എനർജി ലെവലിനനുസരിച്ച് ഇത് പലതരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിട്ട് പലതരത്തിലുള്ള ഡീകേ ചാനൽ ക്രിയേറ്റ് ചെയ്യും. ഡീകേ ചാനൽ എന്ന് പറയുന്ന സമയത്ത് പലതരത്തിൽ ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറാൻ കഴിയും. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ എനർജി ലെവലാണ്. ഓക്കെ, സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നൈട്രജൻ 714 എന്നുള്ള ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് പലതരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 6 വേസിൽ നൈട്രജൻ 714 കോമ്പൗണ്ട് ന്യൂക്ലിയസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഈ നൈട്രജൻ 714 കോമ്പൗണ്ട് ന്യൂക്ലിയസിന് അപ്രോക്സിമേറ്റ്ലി 12 MeV എനർജിയാണുള്ളത്. ഈ 12 MeV എനർജിയുള്ള ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിന് 4 തരത്തിലുള്ള ചാനലായിട്ട്, അതായത് ഓരോ ഡീകേ ചെയ്യുന്ന ഓരോ മെത്തേഡിനും ചാനൽ എന്നാണ് പറയുക. ഓക്കെ, ഇതൊരു ചാനലാണ്, ഇത് രണ്ടാമത്തെ ഒരു ചാനലാണ്, ഇത് മൂന്നാമത്തെ ഒരു ചാനൽ, അത് ലാസ്റ്റ് ചാനൽ. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ വളരെ എനർജി കൂടിയ ന്യൂക്ലിയസ് ആയിരിക്കും. ആ എനർജി കൂടിയ ന്യൂക്ലിയസ് പിന്നീട് എന്താ സംഭവിക്കുക, അത് എനർജി കൂടിയ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആയിരിക്കും. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് പിന്നെ അത് ഡീകേ ചെയ്തിട്ട് പ്രൊഡക്ട്സ് ആയിട്ട്, അതായത് പലതരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല പോസിബിലിറ്റീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നൈട്രജൻ 713 ഒരു ന്യൂട്രോണായിട്ട് മാറി. സെക്കൻഡ് പോസിബിലിറ്റി കൊടുത്തിരിക്കുന്നത് കാർബൺ 613 ഒരു പ്രോട്ടിയം അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് 1H1 എന്നുള്ളത്. അതുപോലെ തന്നെ തേർഡ് ഒരു പോസിബിലിറ്റി കാർബൺ 612 ഇത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കാർബണിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഐസോട്ടോപ്പാണ്. അതിൻ്റെ കൂടെ ഒരു ഡ്യൂട്ടീരിയം ഫോം ചെയ്തു. ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. ഓക്കെ, ഇനി അടുത്തത് ബോറോൺ ആയിട്ട് മാറി. ബോറോൺ 510 ആയിട്ട് മാറി. ഹീലിയം He2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പക്ഷേ ഇത് ഒരിക്കലും ഒരു ട്രിഷ്യം എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹീലിയം 2He3 എന്നുള്ള ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത് 12 MeV ആണ്. ഈ 12 MeV പ്രകാരം അങ്ങനെ ഒരു ഡീകേ ചാനൽ പോസിബിൾ അല്ല. ഒരു ട്രിഷ്യം എന്ന് പറഞ്ഞാൽ 1H3 അല്ലെങ്കിൽ ഹീലിയം 2H3 അത്രയും ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇതിന്ന് ഫോം ചെയ്യാനുള്ള എനർജി ലെവല് ഈ 12 MeV എനർജിയുള്ള നൈട്രജൻ 714
സാധ്യമല്ല. അപ്പോൾ ഡീകേ ചാനൽസ് പ്രധാനമായിട്ടും ഈ 4 ഡീകേ ചാനൽസ് ആണ് ഉള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിന് ഒരു മെമ്മറി ഇല്ല. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? ഇപ്പോൾ പലതരത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ കോമ്പൗണ്ട് നൈട്രജൻ സാൻ 14 ക്രിയേറ്റ് ചെയ്ത ചാനൽസ് ആണ്. ഈ റിയാക്ഷൻസ് എല്ലാം നടക്കുമ്പോഴും നൈട്രജൻ സാൻ 14 ഉണ്ടാവാം അല്ല. അപ്പം ഇതിന് ശരിക്കും ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിന് അതെങ്ങനെ ഉണ്ടായി, ഏത് ചാനൽ വഴി ഉണ്ടായി എന്നുള്ള മെമ്മറി ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ന്യൂക്ലിയോൺസ് പലതരത്തിലുള്ള ഇൻട്രാക്ഷൻ നടക്കും. പിന്നീട് അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി എന്നുള്ള മെമ്മറി ആ ഒരു ന്യൂക്ലിയസിന് ഉണ്ടാവില്ല. ഇതിൻ്റെ ഡീകേ ശരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ എനർജിയെ മാത്രമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ ഗിവൻ കോമ്പൗണ്ട് ന്യൂക്ലിയസ് മേ ബി ഡീകേ ഇൻ 1 or more ways ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് എക്സൈറ്റേഷൻ എനർജി. ഈ എക്സൈറ്റേഷൻ എനർജിക്ക് അനുസരിച്ച് ഡീകേ പ്രൊഡക്ട്സ് ഫോം ചെയ്യും. ഇറ്റ് ഹാസ് നോ മെമ്മറി ഓഫ് ഹൗ ഇറ്റ് വാസ് ഫോംഡ്. ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ മെമ്മറി അതിന് ഉണ്ടാവില്ല. ഓക്കെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഏത് എനർജി ലെവൽസും പോസിബിൾ അല്ല. അതിനൊരു സ്പെസിഫിക് എനർജി ലെവൽസ് ആയിരിക്കും ഓരോ ന്യൂക്ലിയസിനും ഉണ്ടായിരിക്കുക. ഇവിടെ 12 MeV എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പെസിഫിക് എനർജി ലെവലാണ്. ഒരു ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആയിരിക്കും ന്യൂക്ലിയസിന് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ വീണ്ടും ഇത് 12 MeV മാത്രമല്ല, അതിനേക്കാൾ കൂടിയ എനർജി ലെവൽസിലുള്ള നൈട്രജൻ സാൻ 14 വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ, കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ ആയിട്ടുള്ളത്. അപ്പം ഈ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് ആയിരിക്കും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. പ്രത്യേകിച്ചും ഹെവി ന്യൂക്ലിയസ് ഒക്കെ വരുന്ന സമയത്ത് ഈ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടോ എന്നറിയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വി ലുക്ക് അറ്റ് ദ ഗ്രാഫ് അറ്റ് ക്രോസ് സെക്ഷൻ വേഴ്സസ് എനർജി. ക്രോസ് സെക്ഷനും എനർജിയും തമ്മിലുള്ള ഗ്രാഫ് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഈ ഗ്രാഫ് പറയുന്നത് കാഡ്മിയം ഒരു ന്യൂട്രോൺ അബ്സോർബ് ചെയ്യുന്ന സമയത്തുള്ള ക്രോസ് സെക്ഷനും അതിൽ ഇൻസിഡൻ്റ് ചെയ്യുന്ന ന്യൂട്രോണിൻ്റെ എനർജിയും തമ്മിലുള്ള പ്ലോട്ട് ചെയ്ത ഒരു ഗ്രാഫാണിത്. അതായത് ഒരു ന്യൂട്രോൺ വന്ന് കാഡ്മിയം 113 ഇൻസിഡൻ്റ് ചെയ്യുന്നു. ആ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് കാഡ്മിയം 114 ഉണ്ടാവുന്നു. അതിൻ്റെ കൂടെ ഗാമാ റേ ഇമിറ്റ് ചെയ്യുന്നു. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷന് കാഡ്മിയത്തിൽ വന്ന് വീഴുന്ന ന്യൂട്രോണിൻ്റെ എനർജി എക്സ് ആക്സിസിലെടുത്തു, ആ റിയാക്ഷൻ്റെ ക്രോസ് സെക്ഷൻ വൈ ആക്സിസിലെടുത്തു. അപ്പോൾ ഈ ഗ്രാഫ് പ്രകാരം നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഏകദേശം ഒരു മിഡിൽ പോർഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പീക്ക് ഉണ്ട്. ഇവിടെ ഈ കർവിനൊരു പീക്ക് ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ എനർജിക്ക് ക്രോസ് സെക്ഷൻ മാക്സിമം ആണ് അല്ല. അപ്പോൾ അത്തരത്തിലുള്ള പീക്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പീക്ക് സൂചിപ്പിക്കുന്നത് അതിനൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. ഈ ഒരു പീക്കിന് പറയുന്നതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പീക്ക് ഓഫ് ദ കർവ് ഇൻ ദ ക്രോസ് സെക്ഷൻ വേഴ്സസ് എനർജി ഗ്രാഫ് ഇസ് കോൾഡ് റെസൊണൻസ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പീക്ക് ഉള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കാഡ്മിയം ന്യൂക്ലിയസിന് ഈ ഒരു പെർട്ടിക്കുലർ എനർജിയിൽ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പീക്കിൻ്റെ ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് എ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഈസ് മോർ ലൈക്ലി ടു ബി ഫോം വെൻ ആൻ എക്സൈറ്റേഷൻ എനർജി പ്രൊവൈഡഡ് എക്സാക്ട്ലി മാച്ചസ് വൺ ഓഫ് ഇറ്റ്സ് എനർജി ലെവൽസ്. അപ്പോൾ ഈ പീക്ക് ഉണ്ടാവാൻ കാരണം എന്താണ്? കാഡ്മിയത്തിൻ്റെ എക്സൈറ്റേഷൻ എനർജിക്ക് അതിനെ എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന എനർജിയാണ് ഈ ന്യൂട്രോണിൻ്റെ എനർജി. ഈ പറഞ്ഞിരിക്കുന്ന ഏകദേശം ഒരു 0.1 കഴിഞ്ഞിട്ട് ഒരു 0.11 ഒക്കെ വരുന്നു ഈ ഒരു എനർജി. അപ്പോൾ ഈ ന്യൂട്രോണിൻ്റെ എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എനർജി മാച്ച് ചെയ്യുന്ന ഏതാണ്? കാഡ്മിയത്തിൻ്റെ
എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് റെസൊണൻസ് സംഭവിക്കുന്നത്. സാധാരണ ഒരു റെസൊണൻസ് പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മാച്ച് ചെയ്യുന്ന സമയത്താണ് റെസൊണൻസ് ഉണ്ടാകുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ റെസൊണൻസ് കോളം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ട്യൂണിങ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ആ കോളത്തിൻ്റെ ഫ്രീക്വൻസിയും കൂടി മാച്ച് ചെയ്യുന്ന സമയത്താണ് അവിടെ വളരെ വലിയൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ന്യൂട്രോണിൻ്റെ എനർജി ഈ കാഡ്മിയത്തിൻ്റെ എക്സൈറ്റേഷൻ എനർജിയായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് ഈ പീക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പീക്കിൻ്റെ ഇപ്പം ഈ പീക്കിൻ്റെ ഹാഫ് എടുക്കാം. ഏകദേശം ഹാഫ് എന്ന് പറയുമ്പോൾ ഈ പീക്കിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, അല്ല? അപ്പോൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം, അതായത് ഈ പീക്കിൻ്റെ വിഡ്ത്ത്, ഈ ഇത്രയും വിഡ്ത്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ വിഡ്ത്ത് ഗാമ ആണെങ്കിൽ, ക്യാപിറ്റൽ ഗാമ ആണെങ്കിൽ, ആ ക്യാപിറ്റൽ ഗാമ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ മീൻ ലൈഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മീൻ ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് എത്ര സമയം വരെ അത് നിലനിൽക്കും. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്തു, ആ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്തതിന് ശേഷം എത്ര സമയം വരെ ആ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആയിട്ട് തന്നെ ഇരിക്കും, ഡീകേ ചെയ്യാണ്ട് ആ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആയിട്ട് തന്നെ ഇരിക്കും. ആ ടൈമിനെ പറയുന്ന പേരാണ് മീൻ ലൈഫ് ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ മീൻ ലൈഫ് എന്ന് പറയുന്നത് ടോ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ പീക്കിൻ്റെ, ഈ കർവിൻ്റെ ഈ പീക്കിൻ്റെ വിഡ്ത്താണ്. വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം. അറ്റ് ഹാഫ് മാക്സിമം പറഞ്ഞാൽ ഈ 0 മുതൽ ഇവിടെ വരെയുള്ള പോയിൻ്റാണ്, ഈ പീക്കിൻ്റെ പോയിൻ്റാണ് മാക്സിമം. ആ മാക്സിമത്തിൻ്റെ പകുതി എടുക്കാം. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. അപ്പോൾ ഈ പീക്കിൻ്റെ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇൻവേഴ്സ് h×by ഗാമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മീൻ ലൈഫ് ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കിട്ടും.